ഒരു താരകുടുംബത്തിൽ തന്നെ ജനിച്ച് താരകുടുംബത്തിലേക്ക് വിവാഹം കഴിച്ചു പോയ വ്യക്തിയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട ഇൻഫ്ലുവൻസർ താര കല്യാണിന്റെ മകൾ സൗഭാഗ്യ വെങ്കടേഷ്. അർജുനുമായിട്ടുള്ള വിവാഹശേഷം കൂടുതലും പ്രേക്ഷകർ സൗഭാഗ്യയെ ഇൻസ്റ്റഗ്രാമിലൂടെയും യൂട്യൂബിലൂടെയും ഏറ്റെടുക്കാൻ തുടങ്ങി എന്ന് തന്നെ നമുക്ക് പറയാം. ഇടയ്ക്ക് സൗഭാഗ്യ താൻ ഒരു ബിസിനസ് തുടങ്ങുന്നു എന്ന് അറിയിക്കുകയും കുറച്ചു നാളുകൾ ആ ബിസിനസ് നന്നായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായ ചില കാരണങ്ങളാൽ തന്നെ ആ ബിസിനസ് പകുതി വഴിക്ക് വെച്ച് നിർത്തേണ്ടതായി താരത്തിന് വന്നു. ഇപ്പോഴിതാ അതിനുശേഷം തൻ്റെ ഏട്ടത്തിയമ്മയായ, അതായത് അർജുൻ്റെ സഹോദരനായിട്ടുള്ള അരുൺ ശേഖറിൻ്റെ ഭാര്യയായ വിദ്യ പുതിയ ബിസിനസ്സിലേക്ക് കാലെടുത്ത് വെച്ചു എന്നാണ് സൗഭാഗ്യ അറിയിക്കുന്നത്. അവ്യ എന്ന് പേരിട്ടിരിക്കുന്ന സാരികളുടെ ഒരു കളക്ഷനാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വിദ്യ അരുൺ ശേഖർ എത്തിക്കുന്നത്. ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ തന്നെ സൗഭാഗ്യ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന ഒരു വ്യക്തിയല്ല. വളരെ പ്രധാനപ്പെട്ടതോ വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലോ അല്ലെങ്കിൽ സമയം കിട്ടുമ്പോഴോ മാത്രമാണ് വീഡിയോകളുമായി പ്രേക്ഷകരുടെ അരികിലേക്ക് സൗഭാഗ്യ എത്താറുള്ളത്. പ്രേക്ഷകർക്ക് അതിൽ പരാതി ഉണ്ടെങ്കിലും പക്ഷേ പ്രധാനപ്പെട്ട എന്ത് വിശേഷമുണ്ടെങ്കിലും അത് സൗഭാഗ്യ പറയാൻ മടിക്കാത്തത് പ്രേക്ഷകർ എപ്പോഴും ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ഇനി മുതൽ വീഡിയോ കൺസിസ്റ്റൻ്റായി ഇടാൻ ശ്രമിക്കാം എന്ന് എപ്പോഴും സൗഭാഗ്യ പറയുകയും ചെയ്യാറുണ്ട്. എന്നാൽ സ്വാഭാവികമായ തിരക്കുകൾ കാരണം തന്നെ സൗഭാഗ്യയ്ക്ക് അത് ശ്രമിക്കാൻ പറ്റാറില്ല എന്നതാണ് സത്യം. അത് പ്രേക്ഷകർ ഇപ്പോൾ മനസ്സിലാക്കി തുടങ്ങുകയും ചെയ്തു എന്നതുകൂടി നമ്മൾ പറയുന്നുണ്ട്. പ്രേക്ഷകരും അതനുസരിച്ച് തന്നെയാണ് സംസാരിക്കുകയും ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഈ ഒരു വാർത്തയെപ്പറ്റി ചോദിക്കുകയും ചെയ്യുന്നു എന്ന് നമുക്ക് കൂട്ടിച്ചേർക്കുകയും ചെയ്യാം. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ തന്നെ ഏറ്റവും കൂടുതൽ വലുതായി ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. പ്രേക്ഷകരുടെ പ്രീതി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന വാർത്തയോടും വളരെയധികം പ്രാധാന്യത്തോടെയുമാണ് അത് കേൾക്കുകയും ചെയ്യുന്നത്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുന്നതിനോടൊപ്പം തന്നെ പ്രേക്ഷകർ വളരെയധികം കൃത്യമായി ഈ ഒരു വാർത്തയെപ്പറ്റി ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോ തവണയും പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ പങ്കുവെക്കുകയാണ് ഇപ്പോൾ സൗഭാഗ്യയുടെ വിശേഷങ്ങൾ. സൗഭാഗ്യയുടെ വിശേഷങ്ങളോടൊപ്പം തന്നെ ആരാധകരുടെ സ്നേഹവും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുണ്ട് എന്ന് പറയുന്നതാണ് സത്യം. ഓരോ തവണയും ആരാധകർ അത് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരുടെ പ്രീതി വളരെയധികം ലഭിക്കുന്നതിനോടൊപ്പം പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന കാര്യങ്ങളും വളരെയധികം നന്നായി തന്നെ ഏറ്റെടുക്കുകയും പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർ ഇപ്പോൾ സൗഭാഗ്യയുടെ ഈ സന്തോഷം കൂടി ഏറ്റെടുക്കുന്നു. പൂവ് അപ്രതീക്ഷിതമായി നിർത്തേണ്ടി വന്നുവെങ്കിലും ഏട്ടത്തിയമ്മയുടെ പുതിയ സംരംഭം ഉണ്ടല്ലോ എന്നും ഇപ്പോൾ നിങ്ങൾക്കൊരു ചെറിയ ആശ്വാസമുണ്ടല്ലോ എന്നും പ്രേക്ഷകർ പറയുന്നുണ്ട്. സൗഭാഗ്യയുടെ കുടുംബത്തിനോടൊപ്പം നിൽക്കാനാണ് പ്രേക്ഷകർ സ്വാഭാവികമായി ഇഷ്ടപ്പെടുന്നത്. എപ്പോഴും അങ്ങനെ തന്നെയാണ് സൗഭാഗ്യയോടൊപ്പം പ്രേക്ഷകർ നിൽക്കുകയും ചെയ്യുന്നത് എന്നത് തന്നെയാണ് സത്യം. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചുപറ്റിയ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വളരെയധികം കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്നുകൂടി നമ്മൾ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.